അപ്പൊ നമ്മൾ ഇന്ന് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേരിയബിൾസ് ഉണ്ട്. വേരിയബിൾസ് കണ്ടിട്ടുണ്ടല്ലോ. വേരിയബിൾസ് എക്സ് വൈ എന്നൊക്കെ പറഞ്ഞ വേരിയബിൾസ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ ചരം. വേരിയബിൾസ് അല്ലേ? ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ എക്സും വൈയും ആണ് വേരിയബിൾസ് അല്ലേ? അപ്പം ഇവിടെ എക്സിന് വാല്യൂ കൊടുക്കുന്നതനുസരിച്ച്, ഫോർ എക്സാമ്പിൾ y ഈക്വൽ ടു 2x പ്ലസ് 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടെ ഈ എക്സിന് വാല്യൂ കൊടുക്കുന്നതനുസരിച്ച് ആണ് വൈക്കുള്ള വാല്യൂ വേരി ചെയ്യുന്നത് അല്ലെ? എക്സിന്റെ വാല്യൂ കൊടുക്കുക, എക്സിന് 1 കൊടുക്കുമ്പോൾ വൈക്ക് 3 വരും, എക്സിന് 2 കൊടുക്കുമ്പോൾ 5 വരും. അങ്ങനെ എക്സിന്റെ വാല്യൂസ് മാറി 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 വരുന്നതനുസരിച്ചാണ് എന്ത് സംഭവിക്കുന്നത്, വൈന്റെ വാല്യൂ കിട്ടുന്നത്. സോ ദ വാല്യൂ ഓഫ് വൈ ഡിപ്പെൻഡ്സ് ഓൺ വാല്യൂ ഓഫ് എക്സ് അല്ലെ? വാല്യൂ ഓഫ് എക്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് വാല്യൂ ഓഫ് വൈ ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നോർമലി നമ്മൾ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വേരിയബിളിനെ എക്സിനെ നമ്മൾ എന്തോ പറയുന്നത്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും വൈനെ നമ്മൾ എന്തോന്ന് വിളിക്കും, ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നും വിളിക്കും. അപ്പം വേരിയബിൾസ് ഉള്ള എക്സും വൈയും ഉള്ള ഇക്വേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഡിപ്പെൻഡന്റ് വേരിയബിളും ഉണ്ട്, ഇൻഡിപെൻഡന്റ് വേരിയബിളും ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതൊക്കെ എന്താണ്, സാധാ ഒരു ഇക്വേഷൻ ആണ്. ഇപ്പൊ ഇതില് ഇനി നമുക്ക് വേണ്ടുന്നത് എന്താ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളതാണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ പല രീതിയിൽ നമുക്ക് പറയാം. ഡി വൈ ബൈ ഡി എക്സ് ഡെറിവേറ്റീവ്. ഞാൻ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കാര്യമാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഓർഡിനറി ഡെറിവേറ്റീവ് കൺസിഡർ ചെയ്യുന്നത്. ഡി വൈ ബൈ ഡി എക്സോ അല്ലെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറോ, അതും അല്ലെങ്കിൽ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബോ, ഇങ്ങനെയൊക്കെയുള്ള ഡെറിവേറ്റീവ്സ് പ്രസന്റ് ആയിട്ടുള്ള ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ അതിനകത്ത് ആരൊക്കെ കാണാം, അതിനകത്ത് ആരൊക്കെ ഉണ്ടാവും? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? വൈ ഉണ്ടാകാം, അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തുണ്ടാകാം, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ടാകാം, എക്സെട്ര. ഇതൊക്കെ ഉണ്ടാവാം അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, a differential equation is a function of ആരുടെയൊക്കെ, y, dy by dx, d square y by dx square, എക്സെട്ര. ഇങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ ഉള്ള ഒരു 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 ഫംഗ്ഷൻ. അപ്പം ഒരു ഉദാഹരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ y പ്ലസ് 2d സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 5 ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഈ കൂടാതെ വേണമെങ്കിൽ ഈ മേളിൽ എഴുതിയതിനകത്ത് കൂടാതെ ഒരു സിയും കൂടെ വേണേൽ നമുക്ക് കൊടുക്കാം, ഒരു കോൺസ്റ്റന്റ് ടേമുകൾ വേണമെങ്കിൽ ഉണ്ടാകാം അല്ലേ? അപ്പം ഇതൊക്കെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഇവിടെ നേരത്തെ ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമുക്ക് ഒരു ഇതിനകത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാ എന്ന് ഒരു ചോദ്യം നമുക്ക് ചോദിക്കാൻ സാധ്യതയില്ല. തന്നിരിക്കുന്നതിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ അല്ലേ, അങ്ങനെ ചോദ്യം വരാൻ സാധ്യതയില്ല. അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഉറപ്പായിട്ടും താണ്ട് ഈ പറയുന്ന ആൾക്കാർ ഉണ്ടാവും. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവോ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവോ ഒക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ആ ഓർഡറിനെ ഒന്നറന്ന വാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ ഇപ്പം y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്കുണ്ട് എങ്കിൽ ഇതിന് ഒരു പ്രാവശ്യം നമ്മൾ ഡെറിവേറ്റീവ് എടുത്താൽ നമ്മൾ അതിനെ ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തുവാ, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്.
അതിനെ തന്നെ വീണ്ടും ഒന്നും കൂടി ഡെറിവേറ്റീവ് എടുത്താൽ, അതായത് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു ആരെ, ഈ പറഞ്ഞിരിക്കുന്ന ഡി വൈ ബൈ ഡി എക്സിനെ ഒന്നും കൂടി ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പൊ അതിനെ നമ്മൾ ഇങ്ങനെ എഴുതും, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതും. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് നമ്മൾ വിളിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഇനി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പൊ അവിടെ ആ സ്ക്വയർ വരുന്നത് എവിടെയെന്ന് നോക്കിക്കോണം. ആക്ച്വലി ഈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് വൈ, ഇങ്ങനെയാണ്. കണ്ടോ? അടുത്ത തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് അപ്പൊ എന്തായിരിക്കും വരാൻ പോകുന്നത്? ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ്. അതിനെ ഇത്തിരിയും കൂടെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അങ്ങനെ എഴുതും, ഡി ക്യൂബ് ബൈ ഡി എക്സ് ക്യൂബ് ഓഫ് വൈ. അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇതാണ് ഒരു ഡെറിവേറ്റീവിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഡെറിവേറ്റീവിന്റെ ഓർഡർ എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്തുവാ, ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്തുവാ ചോദ്യമായിട്ട് വരാം. ഓർഡറും ഡിഗ്രിയും, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്തുവാ, അതിന്റെ ഡിഗ്രി എന്തുവാ എന്നൊക്കെ നമ്മളോട് വേണമെങ്കിൽ ചോദിക്കാം, അല്ലേ? അപ്പം ആദ്യം നമുക്ക് നോക്കാം ഓർഡർ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇതായിപ്പോ ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുക, ഡി വൈ ബൈ ഡി എക്സ് മൈനസ് കോസ് എക്സ് ഈക്വൽ ടു 0. ഒരു സിമ്പിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തിരിക്കുക. അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് ഡെറിവേറ്റീവ്സ് പ്രസന്റ് ആണോ? ഇതിനകത്ത് ഡെറിവേറ്റീവ്സ് പ്രസന്റ് ആണോ? y എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണ്. അതിന്റെ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള ഡി വൈ ബൈ ഡി എക്സോ അതോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറോ, ഇതിനെ ഞാൻ ഡെറിവേറ്റീവ്സ് ഉദ്ദേശിച്ചത്. അത് ഇതിനകത്തുണ്ടല്ലോ. ഇതിനകത്ത് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഡെറിവേറ്റീവ് ഉണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ ഇതിനകത്തൊരു ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പൊ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയും? ഈ ഇക്വേഷനകത്തുള്ള ഏറ്റവും വലിയ ഡെറിവേറ്റീവ്. നമുക്ക് ഇങ്ങനെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, ഇങ്ങനെ പറയാം. അപ്പൊ ഇതിനകത്തുള്ള ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫസ്റ്റ് ഓർഡർ അല്ലേ ഉള്ളു. അത് കഴിഞ്ഞിട്ട് വേറെ സെക്കൻഡ് ഓർഡർ ഇല്ല, തേർഡ് ഓർഡർ ഇല്ല, ഫോർത്ത് ഓർഡർ ഇല്ല, അങ്ങനൊന്നുമില്ല. ഇതിലുള്ളതിൽ ഏറ്റവും വലിയ ഓർഡർ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ഫസ്റ്റ് ഓർഡർ. അപ്പോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ട് അതിന്റെ ഓർഡർ എഴുതാൻ പറഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ഹയസ്റ്റ് ഡെറിവേറ്റീവ്, അതിന്റെ ഓർഡർ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് എന്താന്ന് പറയാം? ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദ order of the highest derivative present in the differential equation. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓർഡർ എത്ര ആയിരിക്കും? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ 1, ഉറപ്പായിട്ടും 1. സംശയിക്കേണ്ട കാര്യമില്ല, ഏറ്റവും സിമ്പിൾ കാര്യം. പക്ഷേ ഇനി നമുക്ക് ഡിഗ്രിയെ പറ്റി നോക്കാം. ഒരുപാട് എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഡിഗ്രി കൂടെ പറഞ്ഞിട്ട്. തൊട്ട് മുന്നിലത്തെ എക്സാമ്പിൾ തന്നെ നമ്മളൊന്ന് എടുക്കുക. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ചെറിയൊരു ചേഞ്ച് ചെയ്യാനായിട്ട് വരുത്തുക, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു 0. ഞാൻ ചുമ്മാ ഉണ്ടാക്കിയ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിന്റെ ഓർഡർ എത്ര എന്ന് പറയാമോ? 2. കാരണം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ഡെറിവേറ്റീവുകളിൽ ഏറ്റവും വലുത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആയതുകൊണ്ട് നമ്മൾ
അതിന്റെ ഓർഡർ ആണ് ഇവിടുത്തെ ഓർഡർ ആയിട്ട് എടുത്തിരുന്നത്. ശരി, എന്റെ ചോദ്യം ഇത് ഇത്രേ ഉള്ളൂ. ആ ഹയസ്റ്റ് ഓർഡർ ആയിട്ടുള്ള ഡെറിവേറ്റീവിന് മണ്ടയിൽ പവറുകൾ വല്ലതും വന്നിട്ടുണ്ടോ? പവർ അറിയാമല്ലോ, ഇപ്പൊ നമ്മൾ എക്സ് എഴുതിയ എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ് എന്ന ഈ രണ്ട് മൂന്നിനെയൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് പവർ എന്ന്. അങ്ങനെ വല്ലതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടോ? ഉണ്ടോ? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു 0. അവിടെ ഡി വൈ ബൈ ഡി എക്സിന്റെ മണ്ടയിൽ പവർ ഉണ്ടോ? ഇല്ല എന്ന് പറയരുത്, അവിടെ പവർ ഉണ്ട്, ഒന്ന്. ഡി വൈ ബൈ ഡി എക്സിന്റെ മണ്ടയിൽ പവർ ഉണ്ടോ? ഒന്ന്. അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ നോക്കേണ്ടുന്നത് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ മണ്ടയിലുള്ള പവർ. ആ ഏതെങ്കിലും എവിടെങ്കിലും കിടക്കുന്ന പവറിനെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഏത് മതി? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ മണ്ടയിൽ ഇരിക്കുന്ന പവർ. ക്ലിയർ ആയോ? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ പവർ, അതിനെയാണ് നമ്മൾ എന്തോന്ന് വിളിക്കുന്നത്? ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഡിഗ്രി എത്ര? 1. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഡിഗ്രി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദ ഡിഗ്രി ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പൊ ഞാൻ ഈ ഒരു അടുത്തൊരു എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കാം. ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു 0. ഇതിന്റെ ഓർഡർ എത്ര? ഇതിന്റെ ഓർഡർ 2. ഡിഗ്രിയോ? 1. ഡിഗ്രി 2 ആവുമോ? ഇല്ല. സാധാരണഗതിയിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഡിഗ്രി ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് എപ്പോഴും എക്സിന്റെ വലിയ പവറാണ്, അല്ലെ? എക്സിന്റെ വലിയ പവർ. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, ആ രീതിയിൽ നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ ഇതിന്റെ മണ്ടയിൽ ഒന്നേ ഉള്ളൂ, ഇതിന്റെ മണ്ടയിൽ 2 ഉണ്ടല്ലോ, അങ്ങനെ ആണെങ്കിൽ 2 എടുത്തൂടെ എന്ന് ചിന്തിക്കരുത്. ആ അർത്ഥമല്ലത്തിലല്ല നമ്മളിവിടെ പറയുന്നത്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത്, അപ്പൊ അതിനകത്തുള്ള ഏറ്റവും വലിയ ആളുടെ പവറിനെ മാത്രമേ നമ്മൾ നോക്കാവൂ. അപ്പൊ ഇതിന്റെ മേളിൽ 1 ആ 1 ഇവിടെ വന്നിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഇതുപോലൊരു ചോദ്യം ഉറപ്പായിട്ട് നമ്മളത് ചോദിക്കത്തില്ല കേട്ടോ. ഇതുപോലൊരു ചോദ്യം ഉറപ്പായിട്ട് നമ്മളോട് ചോദിക്കത്തില്ല. ഞാൻ അതിന് 2-3 എക്സാമ്പിൾസ് നിങ്ങൾക്ക് തരാം. ഒരു ഓർഡർ ഡിഗ്രി നിങ്ങൾ പറയണേ. ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ലോഗ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓർഡർ എത്ര? 1. ഡിഗ്രി എത്ര? 2. സിമ്പിൾ അല്ലേ? അടുത്തൊരെണ്ണം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 6y ഈക്വൽ ടു 4. ഓർഡർ എന്തുവാ? സിമ്പിൾ ചോദ്യം. 2. ഡിഗ്രിയോ? 1. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സൈൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. അതിന്റെ ഓർഡർ എന്തോ? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ആരാണെന്ന് നോക്കിയാൽ മതി. 1. ഓർഡർ 1. ഇത് 0 ഈക്വൽ ടു 1 എന്ന് വിചാരിക്കലല്ലേ ഓർഡർ. അടുത്ത ഡിഗ്രിയോ? അവിടെ നമുക്ക് തെറ്റി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇത് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് വെച്ചിട്ട്, ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയതനുസരിച്ച് ഇതിന്റെ ഡിഗ്രി എന്ത് വന്നേ പറ്റത്തുള്ളൂ? 1 വന്നേ പറ്റത്തുള്ളൂ. ശരിയല്ലേ? കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. രണ്ടിനും പവറുകളൊന്നും വന്നിട്ടില്ല. ശരിയല്ലേ? രണ്ടിനും പവറുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സൈൻ ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ
നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഒന്ന് വന്നേനെ. പക്ഷെ അവിടെ ഉണ്ടല്ലോ, സൈൻ അവിടെ ഉണ്ടല്ലോ. അപ്പം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്താണ് ഡെറിവേറ്റീവ് വരുന്നതെങ്കിൽ അതിന്റെ ഡിഗ്രി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തെന്ന് നമ്മൾ പറയും? കനോട്ട് ബി ഡിഫൈൻഡ് എന്ന് എഴുതാനേ പറ്റത്തുള്ളൂ. കനോട്ട് ബി ഡിഫൈൻഡ്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. അതാണ്ട് ഇവിടെ തന്നെയുള്ള സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് നിങ്ങളൊരു പവർ സീരീസ് എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇനി ടെൻഷൻ ആവുമോ? വേണ്ട. ഞാനിങ്ങനെ എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റൈസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ, ഇതുപോലൊരു സാധനം എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ ഇത്രയും കാലത്തെ വിദ്യാഭ്യാസ ജീവിതത്തിനിടയ്ക്ക് എവിടെയെങ്കിലും ഇത് കണ്ടതായിട്ട് തോന്നുന്നുണ്ടോ? കണ്ടിട്ടില്ലേ? ഇതിനാണ് പവർ സീരീസ് എക്സ്പാൻഷൻ എന്നോ അല്ലെങ്കിൽ മക്കളോറിയൻ സീരീസ് എക്സ്പാൻഷൻ എന്നോ ഒക്കെ പറയും. സോറി. അപ്പം ഇതിനകത്ത് എക്സ് മാറ്റി നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് ആക്കിയാൽ എന്ത് സംഭവിക്കും? സൈൻ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആകെ പ്രശ്നമായില്ലയോ? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് അടുത്തത് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. സോറി മൈനസ്, ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്, ഇങ്ങനെ പോവാ. ഇതിന്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ്, ഹയസ്റ്റ് പവർ ഏതാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ പറ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതിങ്ങനെ അങ്ങ് പോവുക. അടുത്തത് 3 ആവും, പിന്നെ 5 ആവും, പിന്നെ 7 ആവും, 9 ആവും, ഇങ്ങനെ പോവാ. അപ്പൊ അതിന്റെ അവസാനം എന്തുവാ? ആർക്കെങ്കിലും പ്രവചിക്കാൻ പറ്റുമോ? ഇതിന്റെ ഇല്ല. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ഡി വൈ ബൈ ഡി എക്സിന്റെ ഏറ്റവും വലിയ പവറാണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സാധനത്തെ കണ്ടുപിടിക്കാൻ ഇവിടെ പറ്റത്തില്ലല്ലോ. അനന്തമായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന്റെ അവസാനത്തെ ടൈം നമ്മൾ എങ്ങനെ പറയും? സോ അത് പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്ത്, ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോണം, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്ത് ഡെറിവേറ്റീവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അതിന്റെ ഡിഗ്രി ഓർഡർ കണ്ടുപിടിക്കാം, പക്ഷെ ഡിഗ്രി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. തിരിഞ്ഞു പോകരുത്. ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും, ഡിഗ്രി കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ക്ലിയർ? സാർ, പറയും. ഡിഗ്രി കനോട്ട് ബി ഡിഫൈൻഡ് എന്നാണ്. അത് ഇൻഫിനിറ്റി എന്ന് പറയാൻ പറ്റുമോ അതിന്? ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഓർഡർ ആൻഡ് ഡിഗ്രി എന്ന് പറയുന്നത്, ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു ഡിഗ്രി നമ്മൾ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ സംബന്ധിച്ച്? ഒന്ന് ആലോചിച്ച് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോവാന്ന് പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം. നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ അങ്ങനെ പറഞ്ഞു, ചില സ്ഥലങ്ങളിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാനേ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. അപ്പൊ എന്തായാലും ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേസിൽ വലിയ തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി നമ്മൾ എപ്പോഴും എങ്ങനെ പറയത്തുള്ളൂ? ഇതുപോലത്തുള്ള സാഹചര്യത്തിൽ ഡിഗ്രി ഇല്ല, അത്രേ ഉള്ളൂ കേട്ടോ. ഡിഗ്രി അതിന് ഇല്ല, അത്രേ ഉള്ളൂ. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ തലമുണ്ടാക്കണ്ട. ഡിഗ്രി ഇല്ല, അത്രേ ഉള്ളൂ കേട്ടോ. ഡിഗ്രി ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ലെന്നോ ഇൻഫിനിറ്റി എങ്ങനെ മനസ്സിലാക്കി വെച്ചോ, പക്ഷെ ഡിഗ്രി ഇല്ല. ഓക്കെ. അതുപോലെ മറ്റൊരു ചോദ്യം ഞാൻ പറയാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. ഇതിന്റെയോ? ഡിഗ്രി 2. ഓർഡർ 2. ഇവിടെയും ഡിഗ്രി നമുക്ക് പറയാൻ സാധ്യമല്ല കേട്ടോ. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്ത് ഡെറിവേറ്റീവ് വന്നാൽ, ഞാൻ നേരത്തെയും പറഞ്ഞു, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്ത് ഡെറിവേറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിന് ഡിഗ്രി നമുക്ക് ഡിഫൈൻ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ എക്സാമ്പിൾ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കരുത്. കാരണം ഇവിടെ ഇപ്പം എന്താവും, അത് ഡി വൈ ബൈ ഡി എക്സിന്റെ പവറുകളായിട്ടേ വരത്തുള്ളൂ. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ട് പറയും ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ഇതല്ലേ, അപ്പൊ അതിന്റെ പവർ നോക്കിയാൽ പോരെ? അങ്ങനെയല്ല. പോളിനോമിയൽ ഇക്വേഷൻസ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ
അല്ലെങ്കിൽ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഇക്വേഷൻ ആയിരിക്കണം. അങ്ങനെ ആയിരിക്കണം. പോളിനോമിയൽ ഇക്വേഷൻ ഇൻ എന്തായിരിക്കണം? ഡി വൈ ബൈ ഡി എക്സ് ആയിരിക്കണം. എങ്ങനെ ഒന്നുകൂടെ തെളിച്ച് പറയാം? പോളിനോമിയൽ ഇക്വേഷൻ ഇൻ ഡി വൈ ബൈ ഡി എക്സ്. ഈ ഡി വൈ ബൈ ഡി എക്സിന്റെ സ്ഥാനത്ത് വൈ വന്നിരുന്നുവെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു കോസ് വൈ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അതിനൊരു ഉദാഹരണം ലോഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ്ട് കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ വെറും കോസ് എക്സ് എന്നേ ഉള്ളു. അവിടെ നമുക്ക് ഒരു വിഷയമില്ലായിരുന്നു. അപ്പം ശ്രദ്ധിക്കുക, അവിടെ സൈനകത്ത്, കോസിനകത്ത്, ടാനിനകത്ത് ഈ അങ്ങനെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്ത് ഡെറിവേറ്റീവ് വരുന്നത് നമുക്ക് എന്തല്ല പോളിനോമിയൽ ഇക്വേഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഈ ഒരു പോയിന്റ് മാത്രം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചേക്കുക. എന്തുവാ ഇതിന് മനസ്സിൽ എഴുതി വെക്കുന്നത്? പോളിനോമിയൽ. അപ്പൊ ഈ ഡി വൈ ബൈ ഡി എക്സ് വരുന്നിടത്തെല്ലാം എങ്ങനെ ആയിരിക്കണം? ഡി വൈ ബൈ ഡി എക്സോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സോ ഒക്കെ വരുന്നിടത്ത് എങ്ങനെയായിരിക്കണം? അത് പോളിനോമിയൽ ഫംഗ്ഷൻസ് ആയിട്ടിരിക്കണം. അല്ലാതെ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിനകത്ത് കയറി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിഗ്രി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ആ സമയത്ത് ഡിഗ്രി ഇല്ല എന്ന് നമ്മൾ പറയും. ക്ലിയർ ആയോ? നമ്മളടുത്ത് പി എസ് സി പരീക്ഷയാണ്. നമ്മളടുത്ത് എന്തായാലും ഇതിന്റെ കാരണം എന്തുകൊണ്ട് എന്നൊരു ചോദ്യത്തിന് പി എസ് സി പരീക്ഷയിൽ ചോദിക്കത്തില്ല. നമ്മുടെ അടുത്ത് ചെന്നിട്ട് ഇതിന്റെ ഡിഗ്രി എത്ര, ഡിഗ്രി കനോട്ട് ബി ഡിഫൈൻഡ് എന്നൊരു ഓപ്ഷൻ അതിനകത്ത് തീർച്ചയായിട്ടും കാണും. അല്ലെങ്കിൽ ഡിഗ്രി ഇൻഫിനിറ്റി എന്നൊരു ഓപ്ഷൻ കാണും. അപ്പൊ അതിനകത്ത് ഇപ്പൊ എന്തായാലും 1, 2, 3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കല്ലാതെ നമുക്കറിയാമേ. ഈ ചോദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കാരണം ഇത് ചോദിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ഓർഡർ 2 ഡിഗ്രി 2 നമ്മൾ എഴുതും. അതാണ് അവരുടെ ഒരു വിജയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഡി വൈ ബൈ ഡി എക്സിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണെങ്കിൽ മാത്രമേ ഡിഗ്രീനെ പറ്റി നിങ്ങൾ ചിന്തിക്കാവൂ. പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ. എക്സാമ്പിൾ ഇനിയും വരുന്നുണ്ട്. വേണ്ടേ? ഇതിന് അടുത്തൊരു ഉദാഹരണം. ഞാൻ ഇപ്പൊ പറഞ്ഞ അതേ ചോദ്യത്തിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന മറ്റൊരു ചോദ്യം. ഈ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സിനെ നിങ്ങൾ മറ്റു രീതിയിൽ എങ്ങനെയും കണ്ടിട്ടുണ്ടോ? വൈ ഡാഷ് എന്ന് എഴുതി കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിനെ നമുക്ക് വൈ 2 ഡാഷ് എന്ന് എഴുതി കണ്ടിട്ടില്ലേ? ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാ. സോ അത് വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഞാൻ എഴുതുക. കാരണം പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിക്കുമെന്ന് നമുക്കിപ്പം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ നൊട്ടേഷൻസും അറിഞ്ഞിരിക്കുക. വൈ 3 ഡാഷ് പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇ റേസ് ടു വൈ ഡാഷ് ഈക്വൽ ടു 0. ഇതിന്റെ ഓർഡർ എത്ര? ഓർഡർ 3. ശരി, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ സ്ക്വയർ എന്ന് പറഞ്ഞ വൈ സ്ക്വയർ എന്ന് പറഞ്ഞ് കിടക്കുന്നത് എന്തുവാ? അതിന്റെ ഡെറിവേറ്റീവ് ആണോ? അല്ല, ഡെറിവേറ്റീവ് അല്ല, അത് വെറും സ്ക്വയർ ആണ് കേട്ടോ. അവിടെ ഡെറിവേറ്റീവ് ആയിരുന്നെങ്കിൽ അവർ കണ്ട് ഇങ്ങനെ ഇട്ടേനെ, വൈ 2 ഡാഷ് ഇട്ടേനെ കേട്ടോ. അങ്ങനെയല്ലത്, ഇത് വെറും സ്ക്വയർ. അപ്പൊ ചോദിക്കുന്നത് ഇതിന്റെ ഡിഗ്രി എത്ര? വൺ ആണോ? നിങ്ങളോട് ഞാൻ എന്തോ പറഞ്ഞത്? ഇ റേസ് ടു വൈ ഡാഷ്. ശ്രദ്ധിക്കൂ, ഇ റേസ് ടു വൈ ഡാഷ് പോളിനോമിയൽ ആണോ? അത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ അകത്തിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും കനോട്ട് ബി ഡിഫൈൻഡ് ആണ് ഇവിടുത്തെ ഉത്തരം. കനോട്ട് ബി ഡിഫൈൻഡ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് പരീക്ഷണങ്ങൾ വരാം കണ്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടണം. പോളിനോമിയൽ ഫംഗ്ഷൻസ് ആയിരിക്കണം ഡി വൈ ബൈ ഡി എക്സിന്റെയോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിന്റെ ഒക്കെ ഫംഗ്ഷൻസ് വരുവാണെങ്കിൽ അത് പോളിനോമിയൽ ഫംഗ്ഷൻസ് ആയിരിക്കണം. ഇവിടെ ഇപ്പൊ അത് പോളിനോമിയൽ ഫംഗ്ഷൻ അല്ല. പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലാത്ത ഏതൊക്കെയാ ഉള്ളത്? അന്നേരം അങ്ങനെ ഒരു ചോദ്യം വരാം. ലോഗിനകത്ത് ഈ പറഞ്ഞ സാധനം വരാൻ പാടില്ല, ഈക്കകത്ത് ഈ പറഞ്ഞ സാധനം വരാൻ പാടില്ല, ട്രിഗണോമെട്രി ഫംഗ്ഷൻസിനകത്ത് ഇത് വരാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ. ഇതിനെയാ പോളിനോമിയൽ ഫംഗ്ഷൻസ് അല്ലാത്ത. അപ്പൊ എന്തൊക്കെ ഓർക്കും? ലോഗ്, ഇ, സൈൻ, ട്രിഗണോമെട്രിക്ക് കേട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ എന്താന്ന് പറയും? കനോട്ട് ബി ഡിറ്റർമിൻഡ്. ഓക്കെ. അടുത്ത ചോദ്യം നിങ്ങൾക്ക് തരാം. എക്സ് വൈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ്
y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. ഓർഡർ എത്ര? 2. ഡിഗ്രി എത്ര? 1. വെരി ഗുഡ്. അതെ, അപ്പൊ നമുക്ക് ഇവിടെ ഈ ടേമിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാരണം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണുപൂട്ടി നമുക്ക് പറയാൻ പറ്റും d² y ബൈ dx² ആണ്. അതിന് പവർ എന്തുവാ? ഒന്നുമില്ല. അതുകൊണ്ട് ഡിഗ്രി 1. അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോവാം. അടുത്ത ds ബൈ dt the whole raised to 4 plus 3s into d²s by dt² equal to 0. ഓർഡർ എത്ര? 2. ഡിഗ്രി 1. വെരി ഗുഡ്. അടുത്തത്. അപ്പൊ നമ്മൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചത് ഈ ഒരു ടേമിനെ മാത്രമായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചത് അല്ലേ? അതിന്റെ മണ്ടേ 4 കിടക്കുന്നോട് ചാടി കയറി ഡിഗ്രി 4 നമ്മൾ പറയത്തില്ല. കാരണം നമ്മൾ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിനെ മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. അടുത്തത് മറ്റൊരു ചോദ്യം, ശ്രദ്ധിച്ച് ഉത്തരം പറയാം. ഡി ബൈ ഡി എക്സ് ഓഫ് dy ബൈ ഡി എക്സ് ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു 0. ഇനി ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ ഓർഡർ എന്ന് പറയുന്നത് 2, ഡിഗ്രി എന്ന് പറയുന്നത് 2. ഓപ്ഷൻ ബി ഓർഡർ എന്ന് പറയുന്നത് 1, ഡിഗ്രി എന്ന് പറയുന്നത് 1. ഓപ്ഷൻ സി ഓർഡർ എന്ന് പറയുന്നത് 2, ഡിഗ്രി എന്ന് പറയുന്നത് 1. ഓപ്ഷൻ ഡി ഓർഡർ എന്ന് പറയുന്നത് 1, ഡിഗ്രി എന്ന് പറയുന്നത് 2. ഏതായി ഇതിന്റെ ഉത്തരം? സി ഓർഡർ 2, ഡിഗ്രി 1 ആണോ? ഓപ്ഷൻ ബി. ശരി, നമുക്ക് ഇപ്പം ഒന്ന് നോക്കാം. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് ശരിക്കൊന്ന് മനസ്സിലാക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ആരുടെ? ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ ക്യൂബ്. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് ഇതിനെ എക്സ് എന്ന് നിങ്ങൾ വിചാരിച്ചോ? എന്താ ഞാൻ പറഞ്ഞത്? തൽക്കാലത്തേക്കിന് ദാണ്ട് ഇത്രയത്തിനെ എക്സ് എന്ന്, ഈ കാണുന്നതിനെ എക്സ് എന്നങ്ങ് വിചാരിച്ചോ ഈ ഡി വൈ ബൈ ഡി എക്സിനെ. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് പോലെ ഇരിക്കുകയല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? 3x റേസ് ടു അല്ലേ? ഡി ബൈ ഡി എക്സ് 3x² നമ്മൾ എഴുതത്തില്ലേ? അത് കണക്ക് നമുക്ക് എഴുതാം. 3 ഇങ്ങ് വരും, ആ സാധനം റേസ് ടു 2 എന്ന് വരുമല്ലോ. ആ സാധനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡി വൈ ബൈ ഡി എക്സ്. ഇവിടെ എക്സ് ആയിരുന്നു എങ്കിൽ, അതായത് ഞാനിപ്പോ പറഞ്ഞതാണ്ട് ഇവിടെ എക്സ് ആയിരുന്നു എങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്തായിരുന്നു. എക്സ് അല്ലാത്തതുകൊണ്ട് ചെയിൻ റൂൾ, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ എന്നൊക്കെ പറയുന്ന സാധനത്തിന്റെ വെച്ചിട്ട് നമുക്ക് ഇനി ഈ അകത്തിരിക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് ഒന്നും കൂടെ വേണം. അകത്തിരിക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് ഒന്നും കൂടെ വരുമ്പോൾ എന്താവും? അത് d² y ബൈ ഡി എക്സ്². മനസ്സിലായോ ഞാൻ ഈ എഴുതിയത്? മനസ്സിലായോ? സാറേ ഓർഡറും ഡിഗ്രിയും ഒന്നും കൂടി ഒന്ന് നോക്കുന്നൊന്ന് പറയാമോ? കുറച്ച് ലേറ്റ് ആയി പോയി ക്ലാസ്സിൽ. ഓർഡർ ഒന്നുമില്ല. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ആരാണോ അതിന്റെ ഓർഡർ ആണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് കണ്ടോ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇതാണ് ഏറ്റവും വലിയ ഡെറിവേറ്റീവ്, d² സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. സോ അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2 വരും. ഇനി അതിന്റെ മണ്ടേ പവർ ഒന്നുമില്ലല്ലോ, വെറും d² y ബൈ dx² മാത്രമല്ലോ. അതിന്റെ മണ്ടേ സ്ക്വയർ ഒന്നില്ല, ക്യൂബ് ഒന്നില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അതിനെ നമ്മൾ എന്തോന്ന് വിളിക്കും? അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണെന്ന് എഴുതി. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ ചോദ്യത്തിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ഇരിക്കുക. അതുകൊണ്ട് ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ റെഡിയാക്കി എടുത്തപ്പോ എന്തുവാ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ ക്യൂബ് എന്നായിരുന്നു. അതിന്റെ ഉത്തരം നമ്മളങ്ങ് എഴുതി കഴിഞ്ഞപ്പോൾ അത് എന്തായിട്ട് മാറി? ഇപ്പൊ നമുക്ക് എന്തായി? ഡി ബൈ ഡി എക്സ് ഓഫ് ഇവിടെ ഈക്വൽ ടു 0 കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വലത് സൈഡ് ഈക്വൽ ടു 0 കൂടെ വരും. അപ്പം ഇപ്പൊ നമുക്ക് കിട്ടിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തുവാ? 3 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഈ അകത്തിരിക്കുന്ന ആളുടെ ഡെറിവേറ്റീവ്.
ആൾറെഡി ഡി വൈ ബൈ ഡി എക്സ് ആയിരിക്കുന്ന ആളെ ഇനി ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ഡെറിവേറ്റീവ് വരും, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് കിട്ടും അല്ലെ? അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓർഡർ എത്ര ഇതിനകത്ത് പ്രസന്റ് ആയിട്ടുള്ളത്. ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ഇത്, ഓർഡർ 2. ഡിഗ്രി എന്തുവാ? അതിന് പവർ വല്ലതും ഉണ്ടോ? ഇല്ല, ഓർഡർ 1, ഡിഗ്രി 1. സിമ്പിൾ കാര്യം അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ എന്തായിട്ട് വരും ഇതിനകത്ത്? സി അല്ലേ, ഓർഡർ 2 ഡിഗ്രി 1. അടുത്ത മറ്റൊരെണ്ണം നോക്കാം. ഒന്നും കൂടി പറയാമോ? പിന്നെന്താ? അപ്പം ഞാനിതൊന്നുകൂടെ എഴുതി കാണിക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, ഡി ബൈ ഡി എക്സ് ഓഫ് എന്തായിരുന്നു? ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ ക്യൂബ് എന്നായിരുന്നു നമുക്ക് തന്നിരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഈക്വൽ ടു 0. ഇത് നോക്കിയിട്ട് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ഇതിന്റെ ഹൈസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഏതാണെന്നൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ഈ അകത്തിരിക്കുന്നതിനെ എക്സ് പോലെ വിചാരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് എങ്ങനെ എഴുതാം? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് എന്ന് വന്നാൽ നമ്മൾ ഇതിന്റെ ഉത്തരം എന്ത് എഴുതും? ഡെറിവേറ്റീവ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ, ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തുവാ? എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്തുവാ? 3x സ്ക്വയർ. ഞാനിതിലെ കൊച്ചു പിള്ളേരുടെ ഞാൻ പറയാറുണ്ടായിരുന്നേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെറിവേറ്റീവ് ഈ മേളിൽ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അപ്പൊ ഇതിനെ തള്ളി താഴെ കളഞ്ഞിട്ട് അതിന്റെ തൊട്ട് പുറകിൽ ഇരിക്കുന്ന ആൾ അവിടെ കയറി ഇരിക്കുന്നു ഓർത്താൽ മതി അല്ലയോ? ഒരു മന്ത്രി കസേര പോലൊക്കെ നമ്മൾ ചിന്തിക്കുവാണെങ്കിലേ തണ്ടേ ഈ ഇപ്പൊ മന്ത്രി കസേരയുടെ മണ്ട ഇരിക്കുന്നത് 3ന്റെ തൊട്ട് പുറകിൽ ഒരാൾ അയാളോളം വലിപ്പമുള്ള ഒരു നേതാവ് തൊട്ട് പുറകെ കാണും. നല്ല സ്നേഹത്തോടെ കൂടെ നിൽക്കുമായിരിക്കും, പക്ഷെ അയാളുടെ ഉള്ളിൽ എന്തായിരിക്കും? എങ്ങനെങ്കിലും ഈ പണ്ടാരക്കാലിൽ നിന്ന് താഴെ പോണേ, എനിക്ക് കയറിയിരിക്കാൻ എന്നുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അതേ അവസ്ഥ അവിടെ. ശരി പോട്ടെ. അപ്പൊ നമ്മുടെ 3x സ്ക്വയർ എന്ന് വരും. ഇതേ കാര്യം അപ്പൊ ഇവിടെ നമ്മൾ എന്തുകൊണ്ട് 3x സ്ക്വയർ എഴുതിയിട്ട് നമ്മൾ ഇവിടെ നിർത്തും? എന്തുകൊണ്ടാ? നമ്മൾ ഏത് വേരിയബിളിനാണോ ഡെറിവേറ്റീവ് എടുക്കുന്നത്, ഡി ബൈ ഡി എക്സ് എന്നാ പറഞ്ഞേക്കുന്നത്, ആ എക്സുകൾ തന്നെയാണ് അകത്തെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല, 3x സ്ക്വയർ ഉണ്ടെങ്കിൽ നിർത്താം. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ നേരെ വേറെയാ. എന്തുവാ? ഡി ബൈ ഡി എക്സ് ഓഫ് അകത്തിരിക്കുന്നത് വെറും എക്സ് അല്ല, ഡി വൈ ബൈ ഡി എക്സിന്റെ പവറാണ് ആ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3 ഇൻറ്റു ആ സാധനം ഏത്? ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു തീർന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ അകത്തിരിക്കുന്ന ഡി വൈ ബൈ ഡി എക്സിന്റെ ഡെറിവേറ്റീവ് കൂടെ എടുക്കണം. അകത്തിരിക്കുന്ന ഡി വൈ ബൈ ഡി എക്സിന്റെ ഡെറിവേറ്റീവ് അതെടുക്കുമ്പോൾ ആൾറെഡി ഒരു പ്രാവശ്യം ഡി വൈ ബൈ ഡി എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡി വൈ ബൈ ഡി എക്സിനെ ഇനി ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പൊ അത് എന്തായിട്ട് മാറും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആകത്തില്ലേ, ഈക്വൽ ടു 0. ഇപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലായിട്ടും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാറി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഇവിടെ ഏറ്റവും വലിയ ഓർഡറിലുള്ള ഡെറിവേറ്റീവ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി നമുക്ക് പറയാൻ വേണ്ടി ഇതാണ്, ഇതല്ലയോ? ഇത് വെറും ഡി വൈ ബൈ ഡി എക്സ് അല്ലേ ഉള്ളൂ. ഇവിടെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്. സോ നമുക്ക് പറയാം ഓർഡർ 2. ആ ഉള്ള ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിന്റെ മണ്ടയിൽ പവർ വെറും ഒന്നല്ലേ ഉള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ട കാര്യമില്ല, വെറുതെ എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ എക്സ് റൈസ് 1 എന്നാണ് എന്റെ അർത്ഥം. അപ്പൊ ഇവിടെ നോക്ക്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിന്റെ മേളിൽ പവറൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിനെ എന്താന്ന് എഴുതാം? അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് എത്ര എന്ന് പറയാം? 1 എന്ന് പറയാം. ക്ലിയർ ആയോ?